നമസ്കാരം, ഞാൻ ചിത്ര. ഇന്നാർക്ക് താങ്ക്സ് പറയാൻ പറഞ്ഞാൽ നമുക്ക് നിത്യ ജോലികളെ ഈസി ആയിട്ടും സുറുസുറുപ്പായിട്ടും ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ദേഹാരോഗ്യത്തിനും ആന്തരിക ആരോഗ്യത്തിനും നന്ദി പറയാം. പിന്നില്ലേ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഏത് ലെവലിലിരിക്കണോ അവിടുന്ന് ഒരു 2 സ്റ്റെപ്പെങ്കിലും മുന്നിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഇരിക്കുന്ന ഇതിനൊക്കെ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മൾ അടുത്ത് എന്തൊക്കെയോ നിറയെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരു ചെറിയ വണ്ടി ഉണ്ടാകും, അതായത് സൈക്കിൾ ഉണ്ടാകും. നമ്മൾ അതിനെ യോസിക്കുകയല്ല, അത് നമുക്ക് നിറയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. അത് എടുത്തിട്ടാണ് നമ്മൾ എല്ലാവിടേക്ക് പോകുക, അതിൽ വെച്ച് എല്ലാ വേലയും ചെയ്യുക. എന്നാൽ നമ്മൾ അത് യോസിക്കില്ല, അത് ഉള്ളതിനെ വെച്ച് അതിന് താങ്ക്സ് പറയില്ല. ഇല്ലാത്ത ഒരു ബൈക്കിനെ യോസിക്കും, ബൈക്ക് ഇരുന്നാൽ ഇങ്ങനെ പോകാലോ അങ്ങനെ പോകാലോ. ഇരിക്കുന്നതിന് നന്ദി പറഞ്ഞാലേ ഇല്ലാത്തത് നമുക്ക് വേഗം കിട്ടും. അതുകൊണ്ട് ഉള്ള എല്ലാറ്റിനും അതിൻ്റെ ഹെൽപ്പിനെ ഉണർന്ന് തന്നെ നമ്മൾ ഡെയിലി താങ്ക്സ് പറയണം. ഈ പ്രാക്ടീസിൽ ഫസ്റ്റ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ്. മോർണിംഗ് 5 മിനിറ്റ്സ്, നൈറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ്സ് നമ്മൾ എഴുതണം. രാവിലെ എണീച്ചതും ഇപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ എല്ലാറ്റിലും ഹെൽത്ത്, വെൽത്ത്, മണി, റിലേഷൻഷിപ്പ്, കരിയർ, സെൽഫ്, അങ്ങനെ എല്ലാറ്റിലും 2 താങ്ക്സ് എഴുതിയാൽ മതി. പിന്നെ നൈറ്റ് ഉണ്ടല്ലോ, നൈറ്റ് ഉറങ്ങുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നടന്നത്, നമുക്ക് ഹെൽത്തിന് ഇന്ന് എന്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മൾ ഹെൽത്ത് എങ്ങനെ നമ്മൾ ചെയ്തതിന് ഓവർകം ചെയ്ത് വന്ന് ഇതിന് താങ്ക്സ്. അതുമാതിരി ഹെൽത്ത്, വെൽത്ത്, അതേപോലെ നൈറ്റ് ഇതൊക്കെ നല്ലതൊക്കെ നടന്നു, ഇതിനൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് നൈറ്റ് എഴുതണം. പിന്നെ ഒരു ദിവസം നടന്നത് എന്താണ്, ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നോ അതൊക്കെ അങ്ങനെ എഴുതുക. നമുക്ക് റിപ്പീറ്റായിട്ടേ ആയിരിക്കില്ല ചില ചിന്തകൾ, അതിനെയൊക്കെ നമ്മൾ എഴുതി നോക്കിയിട്ട്, അപ്പോൾ എഴുതി നോക്കിയാലുണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണ്, ചിന്തകളുടെ ഡസ്റ്റ്ബിൻമാരി ഉണ്ടാകില്ല ഫുള്ള്. അതായത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ല ഈ ചിന്തകളൊക്കെ. അങ്ങനെ എഴുതി വയ്ക്കുമ്പോഴല്ലേ അതൊക്കെ അങ്ങനെ എല്ലാം പോകും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഇത്തിരി റിലാക്സ്ഡ്, എങ്ങനെയാണ്, ഇത്തിരി ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വേണോ അത് നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടും. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് എപ്പോഴെങ്കിലും ഒരു ഡേയിൽ ഏത് ടൈമായിരുന്നാലും ശരി, അതായത് കാമായിരിക്കണം അപ്പോൾ ഇരുന്നിട്ട് ഒരു 2 മിനിറ്റ്സ് നമ്മൾ ശ്വാസം മാത്രം ഗവനിക്കുക. ഈ പെരുവിരൽ താഴത്ത് കാൽ തള്ള വിരലിരുന്ന് അങ്ങനെ ശ്വാസം അങ്ങനെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഉച്ചി വരയ്ക്കും കൊണ്ടുവന്നിട്ട് അവിടുന്ന് മെല്ലെ ഇങ്ങനെ മെതുവാக കറക്കുക. തല, കണ്ണ്, മൂക്ക്, മുതുക്, വായി, കഴുത്ത്, അങ്ങനെ ഓരോരോ അവയവങ്ങളായിട്ട് അങ്ങനെ നമ്മുടെ ശ്വാസം ഇറങ്ങി വരണമെന്ന് ഫീൽ ചെയ്തുകൊണ്ട് അതിന് വിടുക. പിന്നെ അതേമാതിരി എടുക്കുക. ഇതേമാതിരി ഒരു 10 തടവയെങ്കിലും അതുമാതിരി മൂച്ച് വിടുക. അപ്പം നമുക്ക് ഇത്തിരി ഇതായിരിക്കും. അങ്ങനെ യോജിച്ചിട്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വരും. അപ്പോൾ അത് വേറെ ചിന്തകളിൽ പോകും. എന്നാലും പിന്നെയും നമ്മൾ മൂച്ചിനെ നനയ്ക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ കൺട്രോളിൽ വരും. ഇങ്ങനെ ഒരു 1 വീക്ക് ചെയ്താൽ മതി, നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോളിൽ വരും. ഫസ്റ്റ് നമ്മുടെ മൈൻഡ് കൺട്രോളിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് വേണോ നമ്മൾ യോസിക്കാം. ഇപ്പോഴത്തെ പ്രാക്ടീസ് മതി, പിന്നെ ഇനി നാളെ നോക്കാം. ഓക്കെ, ബൈ.